യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതിരാവിലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാനും ആ ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് പുതിയൊരു ദിവസം തുടങ്ങുവാനും ദൈവം നമ്മളെ സഹായിച്ചതിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 2-ാം തിരുവചനം. ആകാശങ്ങളെ ശ്രവിക്കുക, ഭൂതലമേ ശ്രദ്ധിക്കുക, കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവർ എന്നോട് കലഹിച്ചു. എത്ര ശരിയായ വചനം! നമ്മളെ സൃഷ്ടിച്ച പിതാവായ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ നിന്ന് കലഹിച്ചുകൊണ്ട് നിൽക്കുകയിൽ ആ ദൈവത്തോട് എപ്പോഴും നമ്മൾ ഇല്ലായ്മകളല്ലാതെ ഒരു കാര്യത്തിലും സംതൃപ്തിയില്ലാതെ പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ദൈവത്തോട് നമ്മൾ കലഹിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ രീതികൾ നമുക്ക് മാറ്റാം. ദൈവത്തോട് സംസാരിക്കുന്ന രീതി നമുക്ക് മാറ്റാം. ഈ നിമിഷം വരെ ദൈവം എനിക്ക് തന്നിരിക്കുന്നതെല്ലാം ദൈവകരുണയുടെ ഭാഗമായിട്ടാണെന്നും ദൈവമേ, അതിന് നിന്നെ ഞാൻ എപ്പോഴും സ്തുതിക്കും, സ്തുതി നിറഞ്ഞ മനസ്സോടെ ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ മുന്നിൽ കാണുന്നതെല്ലാം സ്നേഹനിധിയായ എൻ്റെ പിതാവായ ദൈവം എനിക്ക് തന്നതാണെന്ന് ഉറച്ചു വിശ്വസിച്ച് ആ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങുക. നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുഖം ദർശിച്ചുകൊണ്ട് മാലാഖമാർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മാലാഖമാരോട് ചേർന്ന് നിന്ന് നമുക്കും ദൈവത്തെ സ്തുതിക്കുകയും ആ ദൈവത്തെ നോക്കിയിരിക്കുകയും ചെയ്യാം. നമ്മൾ ഏത് പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ദൈവം നിങ്ങളെ ഏത് ഉത്തരവാദിത്വമാണോ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുമ്പോഴും മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ദൈവമേ, ഈ ജോലി ചെയ്യുവാൻ നീ എന്നെ ഒരുക്കിയതിന്, നിൻ്റെ കയ്യിലെ ഒരു ഉപകരണമാക്കി നീ എന്നെ മാറ്റിയതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. അങ്ങനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കാം. ഒന്നും നമ്മുടെ കഴിവുകൊണ്ട് നേടിയതല്ല. ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നിനക്കെല്ലാം സമൃദ്ധമായിട്ട് തന്നതാണ്. അഹങ്കരിക്കാതിരിക്കുക, ദൈവത്തോട് കലഹിക്കാതിരിക്കുക. ദൈവം നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നത് നിനക്ക് കാണുവാൻ സാധിക്കും. നീ ജീവനോടെ ഇരിക്കുന്നത് പോലും ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ്. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൻ്റെ ഭാഗമായി ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും പിതാവിൻ്റെ മുൻപിലേക്ക് നമ്മൾ കൊണ്ടുവരിക. ദൈവം അവരെയും അനുഗ്രഹിക്കട്ടെ, അവരുടെ മേലും കരുണയായിരിക്കട്ടെ. ഈ നിമിഷം കർത്താവിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.